ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ് എന്ന ഈ ലാബിൽ അതിൻ്റെ പേര് പോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ പഠിച്ചിട്ടില്ലേ? ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് ആവുക, ഡിക്രീസിങ് ആവുക, ഏതൊക്കെ ഇൻ്റർവെല്ലിലാവുക, ഓക്കെ, അതിനും ഡെറിവേറ്റീവും നമ്മൾ എന്താണ് അതിന് കണക്ഷൻ, ഇതൊക്കെ നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ജിയോജിബ്ര യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ നോക്കി നോക്കാം. ഇവിടെ നിങ്ങൾ ജോമെട്രിക്കലി ഇൻക്രീസിങ് ഡിക്രീസിങ് ഫങ്ഷൻസ് പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവും ടാൻജൻറ്റിൻ്റെ സ്ലോപ്പും ഒക്കെ കണക്റ്റഡ് ആണെന്നുള്ളത് ഒക്കെ വഴിയെ പറയാം. ഇത്രയും കൺസെപ്റ്റുകളൊക്കെ ഇതിനകത്ത് വരുന്നത്. ആക്ടിവിറ്റി 3 ആക്ടിവിറ്റി ഉണ്ട്. ഡയറക്റ്റായിട്ട് അതിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മളൊരു ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതായത് കുറച്ച് പ്രൊസീജിയറുണ്ട്, നമുക്കത് ഫോളോ ചെയ്യാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്, എന്നിട്ടൊരു സ്ലൈഡറും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ പോണ ട്രാക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് നമുക്ക് അതൊക്കെ ചെയ്ത് നോക്കാം. എന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാം. ഇപ്പോൾ ഫംഗ്ഷൻ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അറിയാലോ അല്ലേ? ഫ്രാക്ഷനൊക്കെ വരുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ടൈപ്പ് ചെയ്യാം. ഞാൻ ടൈപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. 1/3x³ - 1/2x² - 2x എന്നുള്ളത്. തെറ്റിപ്പോകുന്നവർക്ക് ഇത് നോക്കിയിട്ട് ഇതുപോലെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, 1/3x³ - 1/2x² - 2x എൻ്റർ കൊടുത്തു. ഇവിടെ വന്നിട്ടുണ്ട്, ഗ്രാഫും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പറ്റുള്ളത് നോക്കി നോക്കാം. ശരി, ക്രിയേറ്റ് എ സ്ലൈഡർ എ. എന്നുള്ള പേരിൽ തന്നെ വരാറുള്ളത്. മിനിമം -5 മാക്സിമം 5 ഇൻക്രിമെൻറ്റ് 0.01 ആയിരിക്കണം. അത് ചെയ്യാം. ഓക്കെ, സ്ലൈഡർ ടൂൾ എടുക്കുന്നു. ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു. എ എന്നുള്ള പേര് തന്നെയാണ് ഓൾറെഡി ഉള്ളത്. മിനിമം -5 മാക്സിമം 5 ഇൻക്രിമെൻറ്റ് 0.01 ചെയ്ത് നോക്കിയാലേ പോയിൻ്റ് എവിടെ, 0 എവിടെ, ക്വസ്റ്റ്യൻ മാർക്ക് എവിടെ, സ്ലാഷ് എവിടെ എന്നൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അല്ലാതെ നേരിട്ട് എക്സാം ഹാളിൽ പോയിരുന്ന് ലാപ്ടോപ്പും കീബോർഡും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 മണിക്കൂർ തികയില്ല. ഓക്കെ, ശരി, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്തെങ്കിലും ഉണ്ടോ അടുത്ത സ്റ്റെപ്പ് നോക്കി നോക്കാം. പ്ലോട്ട് ദ പോയിൻറ്റ് AF(a). ശ്രദ്ധിക്കുക, സ്മോൾ ലെറ്റർ എ ആണ്. ആ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് സ്ലൈഡറിൻ്റെ പേരാണ് കേട്ടോ. സ്ലൈഡറിലുള്ള വാല്യൂവിന് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ആ എ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യാം. AF(a) എന്നും ടൈപ്പ് ചെയ്യാം. എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എ എന്നുള്ള പേര് വരും. ഫസ്റ്റത്തെ പോയിൻറ്റ് ക്യാപിറ്റൽ എ എന്നുള്ള പേര് തന്നെ വരാം. അപ്പോൾ ആദ്യം നമുക്ക് AF(a) കൊടുക്കാം, പിന്നെ 0f(a) കൊടുക്കാം. ഓക്കെ, ഇൻപുട്ട് ബാറിൽ AF(a). ശ്രദ്ധിക്കുക, ഒരു പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കണം. A, F(a)ക്കും ബ്രാക്കറ്റ് വേണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ബ്രാക്കറ്റ് തികഞ്ഞിട്ടില്ല. അത് F(a)ൻ്റെ ബ്രാക്കറ്റാണ്. എൻ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് AF(a) എന്നുള്ള പോയിൻ്റ് ഇതേ ഗ്രാഫിൽ വരും. അടുത്തത് ഇനി 0f(a) ആണ്. ഓക്കെ, 0f(a) ബ്രാക്കറ്റ് 0, F(a). അവിടെ ബ്രാക്കറ്റ് തികഞ്ഞിട്ടില്ല. ഓക്കെ, എൻ്റർ കൊടുത്തു. 0f(a) എന്ന് വന്നിട്ടുണ്ട്. അത് y ആക്സിസിൽ വരും. ഓക്കെ, ഇനി അടുത്തത് ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുള്ളത് ജോയിൻ AB എന്നാണ്. അപ്പോൾ നമുക്ക് 2 പോയിൻ്റ് എയും ബിയും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും ജോയിൻ ചെയ്യാനാണ്. ജോയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാം. ഓക്കെ, ലൈനല്ല, ലൈൻ സെഗ്മെൻറ്റ് ടൂളാണ് കിട്ടേണ്ടത്. എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അതും ചെയ്തു. ഫാസ്റ്റായിട്ട് ചെയ്യാം. ഇനി ഗ്രാജുവലി ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ സ്ലൈഡർ ഫ്രം -5 to 5 ആൻഡ് ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ പോയിൻറ്റ് ബി. ഓക്കെ, അപ്പോൾ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ ബി എന്ന പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ എനെ പിടിച്ചിട്ട് -5ലേക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിൽ പോയിൻ്റ് കാണാനില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഒന്നും ഇല്ലല്ലോ. അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എ എന്നുള്ള വാല്യൂ മൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ അത് ഇപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിൻ്റിൻ്റെ മൂവ്മെൻറ്റ് എന്താ നോക്കി നോക്ക്. കൂട്ടി വരുമ്പോൾ ബി എന്ന് പറഞ്ഞ പോയിൻ്റ് മുകളിലേക്ക് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇപ്പോഴൊക്കെ മുകളിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇനി ശ്രദ്ധിച്ചോ, താഴത്തേക്ക് തന്നെ ഇറങ്ങി. ഓക്കെ, പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതേ മേലേക്ക് തന്നെ പോകുന്നു. ഇത്രയും ഒബ്സർവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ അതാ. -5 തുടങ്ങിയപ്പോൾ താഴ്ന്ന് വരും, പിന്നെ കുറേ എത്തിയപ്പോൾ മേലെ വരെ വന്നിട്ട് പിന്നെ താഴത്തേക്ക് തന്നെ പോരും, പിന്നെ മേലേക്ക് തന്നെ പോകും. ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് ആവുന്നതാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ബീൻ്റെ മോഷനും അതുപോലെ ഫംഗ്ഷൻ്റെ സ്വഭാവത്തിനും എന്തോ കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് ബി ആസ് എ ഇൻക്രീസസ് ഫ്രം -∞ to ∞. എ നിങ്ങളിപ്പോൾ -5 നിന്ന് 5ലേക്കാണ് ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ -∞ നിന്ന് ഇൻഫിനിറ്റിക്കാണ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നത് കരുതുക. അപ്പോൾ ബി എവിടെ നിന്ന് വരും? ബി ഏറ്റവും താഴെ നിന്ന് ഇങ്ങനെ കയറി വരും. ഏതോ ഒരു പോയിൻ്റ്. ഏത് പോയിൻ്റാണ്?
ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് പിന്നെ താഴ്ത്തിക്ക് തന്നെ പോകും, പിന്നെ മേലേക്ക് തന്നെ പോകും. അപ്പോൾ നമുക്ക് ആ ഏത് പോയിൻ്റാണെന്നുള്ളത് അറിയാൻ എയുടെ വാല്യൂ എവിടെ എത്തുമ്പോഴാണ്, ഓക്കെ ഒന്നും കൂടെ സൂം ചെയ്യാം, എയുടെ വാല്യൂ എത്ര ആകുമ്പോഴാണ് ബി താഴ്ത്തിക്ക് കൂടെ നോക്കി നോക്കാം. ഓക്കെ ഞാൻ എ ഇൻക്രീസ് ചെയ്യാം കേട്ടോ. ഇപ്പോഴൊക്കെ ബി മേലേക്കാണ് വരുന്നത്, ശ്രദ്ധിച്ചോ. ഇവിടെ ഇത് പീക്ക് പോയിന്റിലെത്തുമ്പോൾ യെസ്, ഓക്കെ ഇതാണ് ബി ടോപ്പിലെത്തുന്നത്. ഓക്കെ ഇനി ഞാൻ എ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബി താഴേക്ക് വന്നു. അതായത് എ ഈക്വൽ ടു -1 ബി വീണ്ടും താഴത്തേക്ക് വരാൻ തുടങ്ങി. പിന്നെ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് അതെ ഇതുവരെ താഴത്തേക്ക് വരുന്നത്, അതായത് എ ഈക്വൽ ടു 1 ആകുമ്പോൾ അല്ലേ, എ ഈക്വൽ ടു 1 ആകുമ്പോൾ 1 അല്ലേ 1 2 സോറി 1 അല്ല 1.98 എന്നാണ് കാണുന്നത് അല്ലേ, 1 അല്ല അതെ എ ഈക്വൽ ടു 2 ആകുമ്പോൾ 2 ആവുന്നവരെ ബി താഴോട്ട് വരും, പിന്നെയും ബി എങ്ങോട്ട് പോകും, പിന്നെയും ബി തിരിച്ച് മേലേക്ക് തന്നെ പോകും. കാര്യം മനസ്സിലായല്ലോ. ഫംഗ്ഷൻ്റെ സ്വഭാവം നമുക്കറിയാം, ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ സ്വഭാവം നമുക്ക് റീഡ് ചെയ്യാൻ അറിയാം. ഫംഗ്ഷൻ ഇങ്ങനെ മേലേക്ക് വരുന്നത് ഇൻക്രീസിങ് ഭാഗം, പിന്നെ താഴേക്ക് വരുന്നത് ഡിക്രീസിങ് ഭാഗം, പിന്നെ ഇൻക്രീസിങ് ഭാഗം. നമ്മൾ നിങ്ങളോടുള്ള ക്വസ്റ്റിനുള്ള ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ. ബീൻ്റെ മോഷൻ പറയുകയാണെങ്കിൽ -∞ മുതൽ ഏതുവരെയാണ്, -1 വരെ, -1 എന്ന പോയിൻ്റ് വരെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ പിന്നെ ആ -1 മുതൽ 2 എന്ന പോയിൻ്റ് വരെ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. അതായത് ഈ ഒരു -1 മുതൽ 2 വരെയുള്ള ഭാഗത്ത് നിങ്ങൾ ഈ ഫംഗ്ഷൻ മുറിച്ചു എന്ന് എഴുതാം, ഡിക്രീസിങ് ആയിരിക്കും. 2 മുതൽ ഇൻഫിനിറ്റി വരെ വീണ്ടും ഇൻക്രീസിങ്. ഇതാണ് ഒബ്സർവേഷൻ. ഓക്കെ ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. കാര്യം മനസ്സിലായല്ലോ എന്താ കണക്ഷൻ എന്നുള്ളത്. ഇൻ്റർവെൽസ് ഈ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഡിക്രീസ് ചെയ്യുന്ന ആയിട്ടുള്ള ഇൻ്റർവെൽസ് ഞാൻ നോട്ട് ചെയ്യാൻ എഴുതാം. ഫംഗ്ഷൻ്റെ സ്വഭാവം ഞാൻ നോട്ട് ചെയ്താണ് കേട്ടോ. -∞ മുതൽ -∞ മുതൽ ഇത്രയും ഭാഗം ഞാൻ സൂം ചെയ്യാം, -1 വരെ ഫംഗ്ഷൻ മേലേക്കാണ് പോണത്, അതായത് ഇൻക്രീസിങ്ങാണ്. -1 മുതൽ ഈ 2 എന്ന പോയിൻ്റ് വരെ താഴോട്ടാണ് വരുന്നത്, ഡിക്രീസിങ്ങാണ്. 2 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻക്രീസിങ്ങാണ്. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. -∞ മുതൽ -1 വരെ ആ ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ്, -1 മുതൽ 2 വരെ ഡിക്രീസിങ്. സംഭവം ബീൻ്റെ മൂവ്മെൻറ്റും അത് തന്നെയല്ലേ, ബി മുകളിലേക്ക് പോകുമ്പോൾ ഇൻക്രീസിങ്, ബി താഴത്തേക്ക് വരുമ്പോൾ ഡിക്രീസിങ്. ഓക്കെ ഈ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻട്രോ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗ്രാഫ് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും പറയാൻ കഴിയും. അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ, ബീൻ്റെ കോർഡിനേറ്റ്സ് എന്താ നമ്മൾ കൊടുത്തിട്ടുള്ളത്, 0 f(a) എന്നാണ്. അതായത് y കോർഡിനേറ്റ് ഫംഗ്ഷൻ വാല്യൂ. ഓക്കെ അപ്പോൾ ആ y കോർഡിനേറ്റ് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചിട്ടാണ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണെന്ന് പറയാൻ കഴിയുക. ഫംഗ്ഷൻ വാല്യൂ കൂടുകയാണെങ്കിൽ ഇൻക്രീസിങ്, ഫംഗ്ഷൻ വാല്യൂ കുറയുകയാണെങ്കിൽ ഡിക്രീസിങ്, അത്രയേ ഉള്ളൂ. ഓക്കെ വേറൊന്നുമില്ല. അപ്പോൾ ഈ നമ്മൾക്ക് ഒരു 3 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, അത് വരച്ചിട്ട് അത് ഇൻക്രീസിങ് ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെൽസ് ഗ്രാഫ് നോക്കിയിട്ടൊന്ന് എഴുതണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് x² - 4x + 6 ഒന്ന് നോക്കി വെക്കാം. ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ ആപ്ലെറ്റിൽ ഒന്നും അല്ല ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഗ്രാഫ് വരച്ചിട്ട് അത് ഒബ്സർവ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ പുതിയൊരു വിൻഡോ എടുത്തിട്ട് x² - 4x + 6 ഞാൻ ടൈപ്പ് ചെയ്തു, എൻ്റർ കൊടുത്തു, ഫംഗ്ഷൻ വന്നിട്ടുണ്ട്, ഗ്രാഫ് വന്നിട്ടുണ്ട്. ഓക്കെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് ആവുന്നത്, എവിടെയാണ് ഡിക്രീസിങ് ആവുന്നത്? കണ്ട സിമ്പിളാണ്. നമ്മുടെ x² എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഷിഫ്റ്റ് ചെയ്ത പോലെ, അതാണ് കറക്റ്റ് വേർഡ്. അപ്പോൾ നോക്കി നോക്ക്, ഫംഗ്ഷൻ ഇതുവരെയൊക്കെ ഡിക്രീസിങ് ആണ്, ഇവിടെ വന്നിട്ട് വീണ്ടും ഇൻക്രീസിങ് ആയി. അതായത് -∞ മുതൽ ഫംഗ്ഷൻ വാല്യൂ നിങ്ങൾ നോക്കുമ്പോഴേ ഈ ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവൽസ് നോക്കുമ്പോൾ എക്സ് ആക്സിൽ വേണം കേട്ടോ നിങ്ങൾ പറയാൻ, എക്സ് ആക്സിൽ വെച്ചിട്ട് വേണം പറയാൻ. അതായത് -∞ മുതൽ 2 എന്ന പോയിൻ്റ് വരെ, എക്സ് ആക്സിൽ എവിടെയാണ് ഇൻക്രീസിങ് ഡിക്രീസിങ് സ്വഭാവം മാറുന്നതെന്ന് നോക്കേണ്ടത്. -∞ മുതൽ 2 എന്ന പോയിൻ്റ് വരെ ഡിക്രീസിങ് കുറഞ്ഞുകൊണ്ട് വരികയാണ്, 2 മുതൽ ഇൻഫിനിറ്റി വരെ മേലേക്കാണ് പോകുന്നത്, ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവൽസ് ഇതാണ്. -∞ ടു ഡിക്രീസിങ്, 2 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻക്രീസിങ്, ഓപ്പൺ ഇൻ്റർവലായിട്ട് എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഞാൻ ഫാസ്റ്റായി പറഞ്ഞു പോകുന്നു, വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാം. അടുത്തത് sin x + cos x ആണ്, അത് ലാസ്റ്റ് ചെയ്യാം. x³ - 3x² + 4x ചെയ്യാം ഇനി അടുത്തത്. ഓക്കെ എൻ്റർ കൊടുത്തു, ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അതെ ഇത് കാണുമ്പോൾ നമുക്ക് ഇത് ഫുള്ള് ഇൻക്രീസിങ് ആണല്ലോ എന്നൊക്കെ തോന്നും, മേലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അല്ല അല്ലേ? യെസ്. ഓക്കെ
ഫുൾ ഇൻക്രീസിങ് തന്നെയാണ്. ചില ഇനി ഒരു വരാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ഞാൻ കണ്ട ഒരു ഓർമ്മയിൽ വെച്ച് പറഞ്ഞതാണ്. നോക്കി നോക്കടാ, ഈ ഫംഗ്ഷന് എപ്പോഴെങ്കിലും താഴത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ എത്ര സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും താഴേന്ന് വരുന്നു, മേലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് എവിടെയോ വെച്ചിട്ട് ഒരു ചെറിയൊരു വളവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ താഴോട്ട് വരുന്നില്ല. നമ്മുടെ എക്സ് ക്യൂബിൻ്റെ ഫംഗ്ഷൻ, എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ഓർമ്മ ഉണ്ടോ? എക്സ് ക്യൂബ് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു. നമ്മുടെ ടാൻ എക്സിൻ്റെയൊക്കെ ഗ്രാഫ് പോലെ തന്നെ ഇതിൻ്റെ സ്വഭാവം എന്താ? എവിടെയെങ്കിലും ഡിക്രീസിങ് ആവുമോ? ഇല്ല. ഇത് നിങ്ങൾ ഇൻക്രീസിങ് ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവൽസ് എഴുതി കഴിഞ്ഞാൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഇൻക്രീസിങ് ആണ്. ഓൾവേസ് ഇൻക്രീസിങ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇൻ്റർവലായിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ -∞, ഇൻഫിനിറ്റി, ഓൾവേസ് ഇൻക്രീസിങ്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളാണിത്. ഇനി അടുത്ത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, അതാണ് ഞാൻ ലാസ്റ്റിക്ക് മാറ്റി വെച്ചത്. ഇത് x ബിലോങ്സ് 0 to π, അതായത് ഫുള്ള് sin x പ്ലസ് cos x എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് വലിയ ഗ്രാഫാണ്. നമ്മുടെ വേവ് ഫംഗ്ഷൻ, വേവിൻ്റെ പോലെയുള്ള ഗ്രാഫില്ലേ, വെറും sin x വെറും cos x ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ sin x പ്ലസ് cos x ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അത് ഫുള്ള് വേണമെന്നില്ല, ഏതുവരെ മതി? 0 മുതൽ 2π. അത് ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് 0 മുതൽ 2π വരെ മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതി. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ എക്സ് ആക്സിലെ മാർക്കിങ്സ്, അതായത് നമ്മൾ 1 2 3 എന്നല്ലേ മാർക്ക് ചെയ്യൽ, അത് പൈൻ്റെ ടേംസിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ മാറ്റണം ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ട്. ഓക്കെ, ക്ലോസ് ആയി. അപ്പം ഇത് ഒഴിവാക്കാം. നമുക്ക് ആദ്യം ഫംഗ്ഷൻ വരയ്ക്കാം. sin x പ്ലസ് cos x എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. sin x, sin x നിങ്ങൾ ബ്രാക്കറ്റ് ഇടണമെന്നൊന്നുമില്ല. sin x പ്ലസ് cos x എൻ്റർ കൊടുത്തു. മറ്റേത് ഞാൻ ഹൈഡ് ചെയ്തില്ല അല്ലേ? ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ചെയ്ത് ശരി. ഇപ്പോൾ കണ്ടോ, ഗ്രാഫ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തോന്നുന്ന sin x ഗ്രാഫ് തന്നെയാണല്ലോ തോന്നും. അല്ല, sin x ചിലർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, sin x മാക്സിമം വാല്യൂ 1 ആണ്. ഇത് 1ൻ്റെ മേലെ പോകുന്നുണ്ട്. sin x പ്ലസ് cos x എന്നുള്ള ഗ്രാഫാണിത്. നമുക്ക് 0 to π വരെ മതി. അപ്പോൾ ഡൊമൈൻ 0 മുതൽ 2π വരെ മതി. അതിന് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കമാൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക. ഫംഗ്ഷൻ്റെ പേര് ശ്രദ്ധിക്കുക, എഫ് അല്ല എപ്പോഴും ആവുക, ഇവിടെ ജി ആണ്. ഓക്കെ, അപ്പോൾ ജി എന്ന് കൊടുത്തു. ഫംഗ്ഷൻ്റെ പേര്, സ്റ്റാർട്ട് വാല്യൂ എന്താണ്? 0, എൻഡ് വാല്യൂ 2π. ഇത്ര കൊടുത്താൽ മതി. എൻ്റർ കൊടുത്തു. വ്യത്യാസം കാണുന്നുണ്ടോ? എന്താ വ്യത്യാസം? ഇതേ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ, ഈ ഭാഗത്തായിട്ട് ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഫുള്ള് കർവ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള മാത്രം. ഓക്കെ, മറ്റേ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് അറിയാം, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, കുറച്ചും കൊണ്ട് കൂടുന്നുണ്ട്. ഇവിടെയൊക്കെ ഇൻക്രീസിങ് ആണ്, പിന്നെ ഡിക്രീസിങ് ആയി, പിന്നെ ഇൻക്രീസിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെയാണ് ഒരു കഷ്ണം മുറിയുന്നത്, അതായത് ഇൻക്രീസിങ് നിന്ന് ഡിക്രീസിങ്ങിലേക്ക് മാറുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ വാല്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 0.5. പക്ഷേ പ്രശ്നം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈനും കോസൊക്കെ പൈ റേഡിയനിലൊക്കെ പറയില്ല. നമ്മൾ സാധാരണ π/2 π ഒക്കെ വെച്ചിട്ടല്ലേ വരയ്ക്കാറുള്ളത്. അപ്പോൾ എക്സ് ആക്സിലെ മാർക്കിങ്സ് ഇപ്പോൾ 1 2 3 4 ഉള്ളത് മാറ്റണം. ജസ്റ്റ് നിങ്ങൾ ഇത് ഈ ഒരു എന്താ പറയുക, എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ല വരിക, എന്താ പറയുക, ഷോ ഒബ്ജക്റ്റ്, ആക്സസ്, ഇങ്ങനെയൊക്കെ താഴെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്നുണ്ടാവും ഏറ്റവും താഴെ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓപ്പൺ സെറ്റിങ്സ് ആണ് നിങ്ങളുടെ സ്കൂളിൽ. അപ്പം അതിൽ ബേസിക്കിലായിരിക്കും ഓൾറെഡി കിടക്കുന്നുണ്ടാവുക. അത് നിങ്ങളുടെ ആവശ്യം എന്താ, ആവശ്യം അറിഞ്ഞ് ചെയ്യുക. എപ്പോഴും എക്സ് ആക്സിലെ വാല്യൂസ് മാറ്റുക എന്നുള്ളതല്ലേ. അപ്പോൾ എക്സ് ആക്സ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ ഡിസ്റ്റൻസ് എന്നുള്ളത് എനേബിൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അത് ഓൾറെഡി ഞാൻ π/2 മുമ്പേ നിന്ന് ആക്കി നോക്കിയതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ചിലപ്പോൾ 1-ലാവും. നിങ്ങൾ ആദ്യം നോക്കുമ്പോൾ ഡിസ്റ്റൻസ് എന്നുള്ളത് ബ്ലാങ്ക് ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അത് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 എന്നായിരിക്കും കാണാൻ പറ്റും. ഓൾറെഡി 1 2 3 4 എന്നല്ലേ. അപ്പോൾ നിങ്ങളത് എന്താക്കി കൊടുക്കുക, പൈയിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടോ 0π 2π എന്ന് പറഞ്ഞു വരും. നമുക്ക് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഓക്കെ π/2 കുറച്ചും കൂടെ ചെറിയ വാല്യൂസ് കിട്ടും. ഇനി കുറച്ചും കൂടെ ചെറിയ വാല്യൂസ് അതിൽ നിങ്ങളുടെ സ്കൂളിലെ ലാപ്പിൽ അവൈലബിൾ ആയിരിക്കും. എന്തായാലും നമുക്ക് π/2ലേക്കും കൂടെ നമ്മൾ ഷോർട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും എവിടെ വെച്ചാൽ കട്ടിങ് എന്നുള്ളത്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് എക്സ് ആക്സിലെ മാർക്കിങ്സ് മാറ്റേണ്ടത്. ഇതും വൈവ് ആയിട്ട് പോലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് അറിഞ്ഞു വയ്ക്കുക എങ്ങനെയാണ് എക്സ് ആക്സിലെ മാർക്കിങ്സ് മാറ്റാന്ന്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളിലതും നമ്മളിങ്ങനെ സൂം ചെയ്യുമ്പോൾ π/4 ഒക്കെ വരാറുണ്ട്, ഇതിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് കരുതണോ ഇതിൽ എവിടെയാണ് മാർക്കിങ്സ്, അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണത് കറക്റ്റ്. ഇത് ഇവിടെ നിങ്ങളുടെ 0 ആണ് സ്റ്റാർട്ടിങ് കേട്ടോ. 0 ഒന്ന് എവിടെ വെച്ചിട്ടായിരിക്കും താഴത്തേക്ക് പോകുന്നുണ്ടാവും. ഈ പോയിന്റ് നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ സെൻറ്റർ അല്ലേ, 0 മുതൽ π/2 വരെയുള്ള സെൻറ്റർ അല്ലേ. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പറഞ്ഞാൽ 45 ഡിഗ്രി, അഥവാ π/4 വെച്ചിട്ടാണ്
ഇൻക്രീസിങ് ആയിരുന്നു π/4 വരെ, പിന്നെ ഡിക്രീസിങ് ആയി. അപ്പോൾ 0 to π/4 ഇൻക്രീസിങ് ആണ്. ഇനി π/4 മുതൽ π/2 കഴിഞ്ഞ് പോയിട്ട് ഇതുവരെയൊക്കെ ഡിക്രീസിങ് ആണ്. അത് കുറഞ്ഞ് വന്നിട്ട് ഇതുവരെ ഈ പോയിൻ്റ് ഏതായിരിക്കും? പൈൻ്റെയും 3π/2ൻ്റെയും ഇടയിൽ. ഓക്കെ, അതായത് പൈൻ്റെ ഇത് ഓരോന്ന് 90 ഡിഗ്രി വ്യത്യാസം. പൈ എന്ന് പറഞ്ഞാൽ 180, 3π/2 പറഞ്ഞു കഴിഞ്ഞാൽ 270. അതിന് രണ്ടിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ π + π/4. π + π/4 പറഞ്ഞാൽ 5π/4 ആണ്. ഒന്ന് നിങ്ങൾ എഴുതി കൂട്ടിയാൽ മതി. ഓക്കെ, ഇൻ ഷോർട്ട് കാര്യം എത്രയേ ഉള്ളൂ. ഇത് ഇൻക്രീസിങ് ഡിക്രീസിങ് പറയുകയാണെങ്കിൽ 0 മുതൽ π/4 വരെ ഇൻക്രീസിങ്, π/4 മുതൽ 5π/4 വരെ. ശ്രദ്ധിക്കുക കേട്ടോ, ഇതൊക്കെ താഴ്ത്തിക്ക് വരുന്നത്. ഈ ഗ്രാഫ് ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ താഴ്ത്തിക്ക് വരുന്നത്. ഓക്കെ, π/4 മുതൽ 5π/4 വരെ ഡിക്രീസിങ്, 5π/4 മുതൽ എഗെയിൻ 2π വരെ ആണോ, 2π വരെ ഇൻക്രീസിങ്. ഓക്കെ, ഇതാണ് ആൻസർ. എപ്പോഴും നിങ്ങൾ ഓപ്പൺ ഇൻ്റർവൽ യൂസ് ചെയ്ത് ശീലിച്ചാൽ മതി കേട്ടോ, ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവൽസ് എഴുതാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ആക്ടിവിറ്റി. നിങ്ങൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് എന്താണ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ട്, എങ്ങനെയാണ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവൽസ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് നോക്കി നോക്കാം. അതുപോലെ ഡെറിവേറ്റീവിൻ്റെ ജോമെട്രിക്കൽ മീനിങ് ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് പറഞ്ഞൊരു മീനിങ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മളൊരു പോയിന്റിലൊരു ടാൻജൻറ്റ് വരച്ചാൽ, ഇത് കണ്ടോ, ഇത് ഈ ചുവപ്പ് മാർക്കിങ്, അവിടെ ഒരു ടാൻജൻ്റാണ് ഈ വരച്ചിരിക്കുന്നത് വയലറ്റ് കളറിലുള്ളത്. ഓക്കെ, അവിടെ നിങ്ങൾ വരയ്ക്കുന്ന ആ ടാൻജൻറ്റ് സ്ലോപ്പായിരിക്കും ആ പോയിന്റിൽ ഡെറിവേറ്റീവ്. ഇതും വൈവായിട്ട് ചോദിക്കാറുണ്ട്. ഒരു പോയിന്റിൽ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, ഒരു പോയിന്റിൽ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ഈക്വൽ ടു ആ പോയിന്റിലെ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് ഫങ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു മുമ്പ് പറഞ്ഞ ഒരു ഗ്രാഫ് വരയ്ക്കാൻ, അതായത് ഏതായിരുന്നു ആ ഗ്രാഫ്? അതെ, ഈ ഗ്രാഫ് തന്നെ ഫംഗ്ഷൻ തന്നെ ഒന്നും കൂടെ വരയ്ക്കാനാണ് ഫസ്റ്റത്തെ പറയുന്നത്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഡിസ്കസ്ഡ് ഇൻ ദ എബോവ് ആക്ടിവിറ്റി. ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്തായിരുന്നു, എവിടെ നിർത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പറയുന്ന റിപ്പീറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുക. ഓക്കെ, ഞാൻ ആക്ടിവിറ്റി 2 കംപ്ലീറ്റ് ആക്കിയെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ചില കേസിൽ നമുക്ക് വെറുതെ ഗ്രാഫ് ഒബ്സർവ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നമ്മളിവിടെയൊക്കെ ചെയ്ത്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തത് ഗ്രാഫ് ഒബ്സർവ് ചെയ്തിട്ട് എവിടെയാണ് പോസിറ്റീവ് ആവുന്നത്, എവിടെ ഡിക്രീസിങ് ആവുന്നത്, സ്ലോപ്പ് എവിടെ സീറോ ആവുന്നത്, നിങ്ങൾ സ്ലൈഡറിൻ്റെ വാല്യൂ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ എഴുതിയത്. പക്ഷേ എപ്പോഴും അങ്ങനെ ഫ്രാക്ഷണൽ വാല്യൂ ഒക്കെ ഭയങ്കര ഡെസിമലൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് എവിടെ മാറണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ സ്ലോപ്പ് അല്ലേ ചെയ്തത്, നിങ്ങൾ നോക്കി നോക്കും. നേരത്തെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഈ ഫംഗ്ഷൻ്റെ, ഓക്കെ, ഈ ഫംഗ്ഷൻ നമ്മൾ ചെയ്തല്ലോ, അതിൽ നമ്മൾ എയുടെ വാല്യൂ ഇങ്ങനെ നീക്കിയിട്ടുണ്ടായിരുന്നു. -1 വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, എമ്മിൻ്റെ വാല്യൂ 0 ആയിരുന്നു. ആ -1ൻ്റെ ഇടതുഭാഗത്ത് ഇൻക്രീസിങ്ങും, അതായത് സ്ലോപ്പ് പോസിറ്റീവും വലതുഭാഗത്ത് നെഗറ്റീവും ആയിരുന്നു. അപ്പോൾ ആ 0 ആവുന്ന പോയിൻ്റാണ് തീരുമാനിക്കുന്നത് എവിടെ കട്ട് ചെയ്യണമെന്ന്, അല്ലേ? അതായത് ഡെറിവേറ്റീവ് 0 അങ്ങനത്തല്ലേ മീനിങ്. സ്ലോപ്പ് 0 അല്ല, സ്ലോപ്പ് 0 എന്നാണ് ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത്. സ്ലോപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഡെറിവേറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻ്റാണ് എന്ത് തീരുമാനിക്കുന്നത്, എവിടെ കട്ട് ചെയ്യണമെന്ന്, എവിടെ പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കണം, അല്ലെങ്കിൽ എവിടെ ഇൻക്രീസിങ് ഡിക്രീസിങ് ആക്കണം എന്ന് തീരുമാനിക്കുന്നത്. ആ പോയിൻറ്റ്സ് നമ്മൾ പ്രത്യേകം പേര് പഠിച്ചിട്ടുണ്ട്, ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന്, അല്ലേ? അതായത് ഡെറിവേറ്റീവ് എപ്പോഴൊക്കെ 0 ആവണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഉത്തരം കിട്ടും, ഇൻക്രീസിങ് ആവുന്നതാണോ ഡിക്രീസിങ് ആവുന്നതാണോ എന്ന്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഞാനൊരു ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. 8x³ - 9x² - 15x എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റർ കൊടുത്തു. 8x³ - 9x² - 15x. നിങ്ങൾ നോക്കി നോക്കും. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുകയൊക്കെ ചെയ്യും, ഇത് കണ്ടാൽ എന്താ കുറേ ഇങ്ങനെ ഇൻക്രീസിങ് ആവുന്നുണ്ട്, പിന്നെ അവിടെ എത്തിയിട്ട് ഈ ടോപ്പ് പോയിന്റിൽ എത്തണം, പിന്നെ ഡിക്രീസിങ്ങിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിച്ചാൽ പോരെ. നിങ്ങൾ എത്ര വേണമെങ്കിലും സൂം ചെയ്ത് നോക്കിക്കോ. ഓക്കെ, ഇപ്പോൾ തോന്നും -0.5ലാണ് ആ ഡിക്രീസിങ് ആവാൻ തുടങ്ങിയതെന്ന്. നമുക്കൊന്നുകൂടെ സൂം ചെയ്ത് നോക്കാം. നോക്കി നോക്കാം.
-0.5ൻ്റെ ഇത് -0.6ൻ്റെ ലൈനാണ്. ഡെസിമലൊക്കെ വരുമ്പോഴേ ഇത് ആ -0.5ൻ്റെ ലൈനാണ് കേട്ടോ. അത് ഒന്ന് ഓക്കെ സൂം ചെയ്ത് നോക്കാം, കറക്റ്റ് അവിടെ തന്നെ വരുന്നുണ്ടോ എന്ന്. യെസ്, അവിടെ തന്നെ വരുന്നത് -0.5 തന്നെയാണ്. സോറി. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് ജസ്റ്റ് ഒബ്സർവ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിൽ കുഴപ്പമില്ല, -0.5ൽ കുഴപ്പമില്ല. അടുത്ത കണ്ടോ, അടുത്തത് നമ്മൾ ഇതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് സൂം ഇൻ ചെയ്ത് സൂം ഔട്ട് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അടുത്തത് അതെ കറക്റ്റ് ഒരു വാല്യൂവിലല്ല. നിങ്ങൾ നോക്കിയോന്ന് എനിക്കറിയില്ല. ഇതാണ് 1-ൻ്റെയും 2-ൻ്റെയും ഇടയ്ക്കാണ്. ഇതുവരെ ഡിക്രീസിങ് ആയി വരുന്നുണ്ടല്ലോ, ഇങ്ങനെ ഡിക്രീസിങ് ആയി ഗ്രാഫ് ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ആ കറക്റ്റ് പോയിൻ്റ് നമുക്ക് ഗ്രാഫ് നോക്കിയിട്ട് കിട്ടില്ല. ഓക്കെ, ഒരെണ്ണം -0.5 കിട്ടി, മറ്റേത് അപ്പോൾ ഗ്രാഫ് നോക്കിയിട്ട് അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് കിട്ടാത്തത് നമുക്ക് ഡെറിവേറ്റീവ് യൂസ് ചെയ്യും. ഡെറിവേറ്റീവ് എപ്പോൾ 0 ആവുന്നു നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. സിമ്പിളാണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് f' എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയുമോ? അത്രയും സിമ്പിളായിട്ടുള്ള പണി വേറെ ഇല്ല കേട്ടോ. ഇൻപുട്ടായിട്ട് നിങ്ങൾ ജസ്റ്റ് എഫ് ടൈപ്പ് ചെയ്യുക. ഡാഷ് ആണ് ഇനി. ആ ഡാഷ് ഏതാണെന്നുള്ളത് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഞാൻ ആദ്യം ട്രയൽ നോക്കട്ടെ. ഓക്കെ, ഇതേ ഇതിലെ ഈ ഷിഫ്റ്റ് അടിക്കേണ്ട, ഷിഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഡബിൾ ഡാഷാണ് വരിക, അല്ലെങ്കിൽ ഡബിൾ. ഓക്കെ, നിങ്ങൾ അതറിയാലോ, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ളതാണ് ഡാഷ്. വെറുതെ എഫ് ഡാഷ് ഓഫ് എക്സ് ഒന്നും കൂടെ കൊടുക്കണ്ട, വെറുതെ f' ടൈപ്പ് ചെയ്താൽ തന്നെ അവിടെ ഗ്രാഫ് വരുന്നുണ്ടാവും. നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നത് റെഡ് ഗ്രാഫായിരുന്നു, ഒരു ഗ്രീൻ ഗ്രാഫും കൂടെ അവിടെ വന്നിട്ടുണ്ട്. എൻ്റർ കൊടുത്തിട്ട് ഞാൻ മറ്റേത് ഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എൻ്റർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ f' പറഞ്ഞ ഗ്രാഫ് വന്നിട്ടുണ്ട്. f(x) ഒന്ന് ഹൈഡ് ചെയ്താൽ നമ്മുടെ f'(x)ൻ്റെ ഗ്രാഫ് കാണാൻ പറ്റും. ഇതാണ് f'(x)ൻ്റെ ഗ്രാഫ്. ഓക്കെ, നമുക്ക് ഗ്രാഫ് അല്ല ശരിക്കും വേണ്ടത്, നമുക്ക് ഡെറിവേറ്റീവ് ഇപ്പോൾ 0 ആവണമെന്നാണ് വേണ്ടത്. അതായത് ഡെറിവേറ്റീവ് 0 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് എക്സ് ആക്സിനെ കട്ട് ചെയ്യുമ്പോഴാണ് ഗ്രാഫിൽ 0 വാല്യൂ വരിക. ഓക്കെ, അല്ലെങ്കിൽ ഫംഗ്ഷന് 0 വാല്യൂ വരിക. അപ്പോൾ ഗ്രാഫ് ഡെറിവേറ്റീവ് 0 ആവുക ചോദിച്ചു കഴിഞ്ഞാൽ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് എപ്പോൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നോ അപ്പോൾ 0 ആവും. അപ്പോൾ നമുക്കറിയാം x² എന്ന ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ തട്ടുമ്പോൾ x² 0 ആവുന്ന മീനിങ്. അതേപോലെ തന്നെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ് കേട്ടോ പച്ച, മറ്റേ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ് നമ്മുടെ കയ്യിലുള്ളത്. ഡെറിവേറ്റീവ് എപ്പോൾ 0 ആവുന്നു എന്നാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കി വെക്കാം. കേട്ടോ, ഡെറിവേറ്റീവ് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റിലാണ് ഡെറിവേറ്റീവ് 0 ആവുക. ഞാൻ വേണമെങ്കിൽ ഈ ഗ്രാഫ് മറ്റേതും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഡെറിവേറ്റീവ് 0 ആവുന്ന ഒരു പോയിന്റ് ഇതാണ്, പച്ച ഗ്രാഫ് എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന കേട്ടോ. ഇതിൻ്റെ മേലേക്കൊന്ന് നമുക്ക് പോയി വെക്കാം. കറക്റ്റ് മേലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ ആ പോയിന്റിലല്ലേ ഡെറിവേറ്റീവ് 0 ആവുന്ന ഈ പോയിന്റിലാട്ടോ. കറക്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടല്ലേ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് നിന്ന് ഡിക്രീസിംഗ് ആയി മാറുന്നത് നമ്മുടെ ചോപ്പ് ഗ്രാഫ്. അതേപോലെ തന്നെ ഡെറിവേറ്റീവ് 0 ആവുന്ന മറ്റൊരു പോയിൻ്റാണ് ഇവിടെ കാണുന്നത്. കറക്റ്റ് അതിൻ്റെ താഴത്തേക്കൊന്ന് പോയി വെക്കാം. കറക്റ്റ് അതിൻ്റെ ലെവലിന് താഴത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ കണ്ടോ അവിടെ വെച്ചിട്ടല്ലേ നമ്മുടെ ഗ്രാഫ് ചോപ്പ് ഗ്രാഫ് ഡിക്രീസിംഗ് നിന്ന് ഇൻക്രീസിംഗിലേക്ക് മാറിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ വേണമെങ്കിൽ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടോ, ഇത് നമുക്ക് സൂം ചെയ്താൽ തന്നെ കാണാം. -0.5 നമ്മൾ നേരത്തെ പറഞ്ഞ -0.5 ആണ് ഒന്ന്, ഇത് ഇവിടെ ഒന്നുണ്ട്, പക്ഷേ അത് എക്സാക്റ്റ് ആയിട്ട് എത്ര സൂം ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, എക്സാക്റ്റ് ആയിട്ട് കിട്ടാനൊരു വഴിയുണ്ട്. നമുക്ക് ഈ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെ പോയിൻ്റ് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് മാർക്ക് ചെയ്യാം. അതിനേക്കാൾ നല്ലത് ഇൻ്റർസെക്റ്റ് ടൂൾ എടുക്കാം. കാരണം ആ കർവ് എക്സ് ആക്സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യല്ലേ. അപ്പോൾ ആ കർവിൽ ക്ലിക്ക് ചെയ്യുക, എക്സ് ആക്സിലും ക്ലിക്ക് ചെയ്യുക. 2 പോയിൻ്റ് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താ കാര്യം എന്ന് തോന്നുന്നുണ്ടാവും പലർക്കും. അതിൽ കാര്യമുണ്ട്. കാരണം എൻ്റെ എക്സ് വാല്യൂ ആണ് എന്ത് -0.5 അല്ലേ. ബീൻ്റെ എക്സ് വാല്യൂ എന്താ നോക്കിയാൽ പോരെ. ഇത് ബി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇൻ്റർസെക്റ്റ് ടൂളിലാണല്ലേ അത്. അല്ല, സൈഡിലുണ്ട്, ഞാൻ പിന്നെ ഇതിൽ കാണിക്കാം. ഇതുണ്ടോ ബീൻ്റെ എക്സ് വാല്യൂ എത്ര നോക്കിയാൽ പോരെ. ഇത് 1.2 1.3ൻ്റെ ഇടയ്ക്കാണ് ബീൻ്റെ എക്സ് വാല്യൂ. ഇത് 1.25 ആണ് തോന്നുന്നു. സൂം ചെയ്താലും മതി, 1.25 ആണ്. അപ്പോൾ ഇനി അത് നോക്കാൻ മടിയുള്ളവർ ഇത് ഇവിടെ നോക്കി നോക്കും. എൻ്റെ എക്സ് വാല്യൂ -0.5, ബീൻ്റെ എക്സ് വാല്യൂ 1.25 നമുക്ക് കിട്ടി. ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ -0.5ഉം 1.25 ആണ്. ഇങ്ങനെ വേണം ഡെറിവേറ്റീവ് 0 ആവുന്ന നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ f'(x) മീറ്റ് ചെയ്യുന്ന
പോയിൻറ്റ്സ് നമ്മൾ ഇൻ്റർസെക്റ്റ് ടൂൾ വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് ദീസ് പോയിൻറ്റ്സ്. ഷോ ചെയ്യാൻ അറിയണം, അറിയില്ല എന്നുണ്ടെങ്കിൽ സൈഡിലുണ്ടാവും എയും ബിയും. ഓക്കെ, അപ്പോൾ ഇനി ഷോ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് സിമ്പിൾ, ബിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് പോരാ, സെറ്റിങ്സിൽ പോവുക. ഓക്കെ, അത് നമ്മൾ മുമ്പേ കാണിച്ചിട്ടുണ്ട്. അതിലുണ്ടായിരിക്കും ഷോ ലേബൽ ഉണ്ടായിരിക്കും, അതിൽ നെയിം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ബി എന്ന പേര് മാത്രമേ ഉള്ളൂ, നമുക്കതിൻ്റെ വാല്യൂയും കൂടെ വേണം. ബീൻ്റെ വാല്യൂ 1.250 ആണ്. അതുപോലെ എൻ്റെത് നിങ്ങൾ ഇതുപോലെ ഷോ ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ -0.50 എന്ന് കാണാം. അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂ എന്നൊക്കെ പറയും. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ഇത് വെച്ചിട്ട് ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കാം ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഇൻക്രീസിങ്ങും ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെൽസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ എൻ്റെയും കൂടെ ഇത് കാണിക്കാം, നെയിം ആൻഡ് വാല്യൂ. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം. ഇനി നോക്കി നോക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. -∞ മുതൽ -0.5 വരെ ചുവപ്പ് ഗ്രാഫ് ആട്ടോ. ഇനി ചുവപ്പ് ഗ്രാഫ്, മറ്റേ പച്ച ഗ്രാഫിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഞാൻ പച്ച ഗ്രാഫ് വേണമെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, -∞ മുതൽ ഈ -0.5 വരെ ഫംഗ്ഷൻ ചുവപ്പ് ഗ്രാഫ് മേലേക്കാണ് പോകുന്നത്. -0.5 മുതൽ 1.25 വരെ. ഓക്കെ, കണ്ട പറയില്ല, ഇവിടെ വെച്ചിട്ടല്ലേ ഫംഗ്ഷൻ 0 ആവണ ആലോചിക്കേണ്ട, ഫംഗ്ഷൻ ഡിക്രീസിങ് ആവണതാണ് നമുക്ക് വേണ്ടത്. ഫംഗ്ഷൻ അതെ 1.25 കറസ്പോണ്ടിങ് ആയിട്ട് താഴെ വെച്ചിട്ടാണ് ഡിക്രീസിങ് ഇൻക്രീസിങ് ആയി മാറിയത്. അതായത് -0.5 മുതൽ -0.5 മുതൽ 1.25 വരെ ഡിക്രീസിങ്, 1.25 മുതൽ വീണ്ടും മുഴുവൻ അങ്ങോട്ട് താഴ്ന്ന് അങ്ങനെ ഇൻക്രീസിങ് ആയി വരും. ഓക്കെ, കൺക്ലൂഷൻ മനസ്സിലായല്ലോ. -∞ മുതൽ -0.5 വരെ ഇൻക്രീസിങ്, -0.5 മുതൽ 1.25 വരെ ഡിക്രീസിങ്, താഴെ പോയി മേലേക്ക് വരുന്നുണ്ട്. ഇനി 1.25 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻക്രീസിങ്. അതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഇനി ഇതും കൂടെ നമ്മളോട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 കാണിച്ചു തരാം. ഫസ്റ്റത്തെ നമ്മൾ ഓൾറെഡി ചെയ്താണെന്ന് തോന്നുന്നു. അപ്പോൾ 4ാമത്തെ ചെയ്യാവുന്ന x³ തന്നെ ഫംഗ്ഷൻ x³ - 3x² + 3x - 100. ഞാൻ കമാൻഡ് കൊടുത്തിട്ട് ഗ്രാഫ് വരച്ചിട്ടുണ്ട്, അതൊന്നും കാണിക്കാത്തത് അത്രയും സമയം കുറയ്ക്കാം. ഇപ്പോൾ ഗ്രാഫ് ചിലപ്പോൾ ഇങ്ങനെ വരിക നിങ്ങളുടെ വിൻഡോയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈനൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇതൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഈ അപകടം പറ്റും. ഗ്രാഫ് ഇതേ താഴെ പോയിട്ട് എന്തോ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രാഫ് എവിടെ ഒരു മടക്കൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഒരു ചെറിയൊരു മടക്ക് പിന്നെ മേലേക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ നമുക്കറിയാം ഇൻക്രീസിങ് ആണെന്ന്, ഓൾവേസ് ഇൻക്രീസിങ് ആണ്. പക്ഷേ എവിടെയെങ്കിലും ഇതിൻ്റെ മേലെ എവിടെയെങ്കിലും ഡിക്രീസിങ് ആവുന്നുണ്ടോ നമുക്കറിയില്ലല്ലോ. നമുക്ക് എന്തായാലും ഡെറിവേറ്റീവ് ഒന്ന് വരച്ച് നോക്കാം. ഡെറിവേറ്റീവ് 0 ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളിത് വേറൊരു കാറ്റഗറിയാണ്. F' എൻ്റർ കൊടുത്തു. ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കാണാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാം. അതെ, ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് ഇത് ഇവിടെ ഉണ്ട്. നമുക്ക് സൂമിൻ ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലേ. തൽക്കാലം നമുക്കിനി ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻ്റ് അല്ലേ വേണ്ടത്. ഡെറിവേറ്റീവ് 0 ആവുന്ന ഒരു പോയിൻ്റേ ഉള്ളൂ. അതെ, ഡെറിവേറ്റീവ് 0 ആവുന്നിടത്ത് വെച്ചിട്ടേ പോസിറ്റീവ് എന്ന് അല്ലെ ഇൻക്രീസിംഗ് ഡിക്രീസിങ്ങിലേക്ക് മാറുള്ളൂ, വേറെ ഒരിടത്തും മാറില്ല കേട്ടോ. അപ്പോൾ ഡെറിവേറ്റീവ് 0 ആവുന്ന ഒരു പോയിൻ്റേ ഉള്ളൂ. എവിടെയാണ്? 1-ൽ. അപ്പോൾ 1-ൽ ഫംഗ്ഷൻ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ മാത്രം പോരെ. ഓക്കെ, ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഡെറിവേറ്റീവ് 0 ആവുന്നിടത്ത് മാത്രമേ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ഡിക്രീസിങ്ങിലേക്ക് മാറുള്ളൂ. അപ്പോൾ 1-ൽ മാത്രമേ ഡെറിവേറ്റീവ് 0 ആവുന്നുള്ളൂ. അതായത് എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർസെക്റ്റ് ടൂൾ വെച്ചിട്ട് ഇൻ്റർസെക്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. അതായത് എക്സ് ആക്സിൽ ഗ്രാഫ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഇത് കണ്ടോ, 1 എന്ന പോയിൻ്റിൽ മാത്രമാണ്. 1-ൽ എന്താണ് ഫംഗ്ഷൻ സംഭവിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി ഒന്ന് കണ്ടതാണ്. ഞാനത് f(x) ഒന്ന് കൊണ്ടുവന്ന് നോക്കി. ഞാനൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻ്റർസെക്റ്റ് മൂവ് ടൂളിലല്ല, ഇൻ്റർസെക്റ്റ് ടൂളിൽ മൂവ് ടൂളിൽ കൊണ്ടുവന്നിട്ട് 1-ൽ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. 1-ൽ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ആവുന്നില്ല. ഇതുവരെ ഇൻക്രീസിംഗ് ആയിരുന്നു, ചെറിയൊരു മടക്ക് വന്നിട്ട് അത് പിന്നെ ഇൻക്രീസിംഗ് തന്നെ ആയി. പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. x³ ഉണ്ട്. അതായത് ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട് 1-ൽ, പക്ഷേ ഇൻക്രീസിംഗ് ഡിക്രീസിങ്ങിലേക്ക് മാറുന്നില്ല. ഇൻക്രീസിംഗ് വീണ്ടും ഇൻക്രീസിങ്ങിലേക്ക് തന്നെ പോകുന്നത്. അങ്ങനത്തെ പോയിൻറ്റ്സാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾവേസ് ഇൻക്രീസിംഗ് ആണ്. ഓക്കെ, കാരണം കണ്ടാൽ തന്നെ അറിയാലോ ഇത് എന്തില്ല, ഇൻക്രീസിംഗ് ഡിക്രീസിങ്ങിലേക്ക് മാറുന്നില്ല. ഇതുവരെ ഇൻക്രീസിംഗ് ആയിരുന്നു, വീണ്ടും ഇൻക്രീസിംഗ് തന്നെയാണ്. ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട്, പക്ഷേ ഓൾവേസ് ഇൻക്രീസിംഗ് ആണ്. അപ്പോൾ മനസ്സിലാക്കുക, ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട് വിചാരിച്ചിട്ട് ഇൻക്രീസിംഗ് ഡിക്രീസിങ്ങിലേക്ക് മാറിക്കൊള്ളുന്നില്ല.
അപ്പോൾ ഉള്ള ക്രിട്ടിക്കൽ പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കി നോക്കാം. ചിലപ്പോൾ മാറുന്നുണ്ടാവാം, ചിലപ്പോൾ മാറുന്നുണ്ടാവില്ല. അപ്പോൾ 1ൽ ഫങ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ്ങിലേക്ക് മാറാത്തതുകൊണ്ട് ഓൾവേസ് ഇൻക്രീസിങ്. ഇതാണ് 4ാമത്തെ ആൻസർ. അല്ലെങ്കിൽ -ഇൻഫിനിറ്റി നിങ്ങൾ ഇൻ്റർവെൽസ് ആയിട്ട് എഴുതണം നിർബന്ധമാണെങ്കിൽ. sin 3x കൂടെ കാണിക്കാം. ഓക്കെ, ഞാൻ sin 3x ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റ് ഇടുകയാണ് നല്ലത്. ബ്രാക്കറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വന്നു. ഓക്കെ, ഗ്രാഫ് ഇപ്പോൾ സൂമിൻ ഇങ്ങനെ വന്നിട്ടുണ്ട് sin 3x. ഓക്കെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. നമുക്കറിയാം ഇതാണ് ഇൻക്രീസിങ് ആവുന്ന ഡിക്രീസിങ് ആവുന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മുടെ π/2 ഒക്കെ വേണം. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഓപ്പൺ സെറ്റിങ്സിൽ പോവുക. ഇപ്പോൾ ഓൾറെഡി നേരത്തെ എക്സ് ആക്സിസ് എടുത്തുകൊണ്ട് എക്സ് ആക്സിൽ തന്നെ കിടക്കുന്നത്. അതിൽ ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്യുക. π/2 നേരത്തെ എടുത്തതുകൊണ്ട് π/2 തന്നെയാണ്, π/2 മതി. കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിലിപ്പോൾ നടക്കില്ല. അതിലിപ്പോൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കാൾ ചെറിയ വാല്യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ π/2 വെച്ചിട്ടൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇൻക്രീസിങ് ഡിക്രീസിങ്ങിലേക്ക് ആവാൻ നോക്കി നോക്ക്. നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഡെറിവേറ്റീവ് മാർക്ക് ചെയ്യണ്ടേ? സോറി, മറന്നുപോയി, പ്രൊസീജിയർ മറന്നുപോയി. F' അല്ലേ, F' എൻ്റർ കൊടുത്തു. ഡെറിവേറ്റീവ് 0 ആവുന്ന. ഓക്കെ, ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫും കൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കേട്ടോ. നേരത്തെ ബ്ലൂ ഗ്രാഫ് ആയിരുന്നു, അതിൻ്റെ ഇടയിൽ ഒരു ഓറഞ്ച് കളർ ഗ്രാഫും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂ ഗ്രാഫ് തൽക്കാലം ഒന്ന് ഹൈഡ് ചെയ്യാം. ഓറഞ്ച് ഗ്രാഫ് കുറേ സ്ഥലത്ത് എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതല്ലേ നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ എന്ത് ചെയ്യാം? ഇൻ്റർസെക്റ്റ് ടൂൾ എടുക്കുക, എന്നിട്ട് കർവിൽ ക്ലിക്ക് ചെയ്യുക, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എക്സ് ആക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരെണ്ണേ വന്നുള്ളൂ. കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഗ്രാഫിൽ മാത്രമുള്ളൊരു കാര്യമാണത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ അത് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക, ബാക്കിയുള്ള പോയിൻ്റ് കൂടെ. അപ്പോൾ ഈ പോയിൻ്റ് വന്നു. കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പോന്നിട്ട് മനസ്സിലായല്ലോ, ഓരോന്നായിട്ട് ഇതിൽ കാണാൻ കഴിയുള്ളൂ. അടുത്ത പോയിൻ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ വരുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ ഇങ്ങനെ sin 3xൻ്റെയും ഇൻക്രീസിങ് ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവൽസ് കണ്ടുപിടിക്കാം. നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് കാണാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഈ സ്കൂളിൽ നമുക്ക് കാണാൻ കഴിയും. സീൻ്റെത് ബീൻ്റെതൊക്കെ നിങ്ങൾ വാല്യൂസ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. -2 ഇപ്പോൾ സി എന്ന പോയിൻ്റ് ഇത് എവിടെയാണുള്ളത്. അങ്ങനെ പോസിറ്റീവ് സൈഡിൽ ഒരെണ്ണം മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇൻ്റർസെക്റ്റ് ടൂൾ എടുക്കുക. ഓക്കെ, ഇതിൽ മാത്രമുള്ളൊരു കുഴപ്പമാണത്. പോസിറ്റീവ് സൈഡിലത് ഈ പോയിൻ്റ് കാണണം നിർത്താം. ഞാൻ കർവിൽ ക്ലിക്ക് ചെയ്യുന്നു, ആക്സിസിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ഡി എന്ന പോയിൻ്റ് കോർഡിനേറ്റ്സ് എന്താ നോക്കി നോക്കാം. 0ൻ്റെയും π/2ൻ്റെയും ഇടയ്ക്കുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ അതറിയാൻ ഡി എന്ന പോയിൻ്റ് കോർഡിനേറ്റ് 0.52 ആണ്. അപ്പോൾ 0.52 എത്രയായിരിക്കും എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനും പറ്റില്ല. π/2 ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ നിങ്ങൾക്ക് സ്കൂളിലുള്ളതിനാണ് കാണാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എന്തായാലും സൂം ചെയ്ത് നോക്കുക. 0.52 എന്ന് എഴുതിയാൽ നിങ്ങൾ തെറ്റൊന്നുമില്ല. π/2ലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൈൻ്റെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ കഴിയുകയാണെങ്കിൽ നല്ലത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ മാനുവലായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. f(x) sin 3x ആണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ കാണാം. നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമല്ല, 3 cos 3x ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ റൂളൊക്കെ വെച്ചിട്ടാണ് sin 3xൻ്റെത് cos 3x. പിന്നെ അതിൽ 3xൻ്റെ ഡെറിവേറ്റീവ് 3 അങ്ങോട്ട് ചെയിൻ റൂൾ വെച്ചിട്ടാണ് 3 cos 3x എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് 0 ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos 3x 3 ഒരിക്കലും 0 ആവില്ലല്ലോ. അപ്പോൾ cos 3x 0 ആവണം. cos 3x 0 പറഞ്ഞാൽ cos എപ്പോഴാണ് 0 ആവുക? π/2 0 ആവുക. അതായത് 3x = π/2 എന്ന് കൊടുക്കാം. ഓക്കെ, ഏറ്റവും ഫസ്റ്റത്തെ π/2 പ്ലസ് പൈ ഒക്കെ ഉണ്ട്. അപ്പം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊണ്ടുവന്നു കഴിഞ്ഞാൽ π/6. ശരിക്കും π/6 നിങ്ങൾ എന്ത് ചെയ്യുക? 0.52 π/6 തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? π/6 ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അവിടെ 0.52 എന്ന് കാണാം, നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പോൾ അത് കമ്പ്യൂട്ടറിൽ അങ്ങനെ കാണുള്ളൂ ഡെസിമലായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, π/6 ഒരു 0 വരുന്നത്. ഇനി ഇത് കാണാൻ എന്താ ചെയ്യുക? അപ്പോൾ അവിടെ നിങ്ങൾ കൺസേൺ ആവണ്ട, നിങ്ങൾ ജസ്റ്റ് ഡെസിമൽ വാല്യൂ എഴുതി കൊടുത്താലും മതി. എന്നിട്ട് ടീച്ചറോട് ചോദിക്കുക പൈലേക്ക് കൺവേർട്ട് ചെയ്യണോ എന്ന്. ഓക്കെ, എന്തായാലും ഞാൻ ഈ ഇൻക്രീസിങ് ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവൽസ് പറയാം. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സേ കിട്ടിയിട്ടുള്ളൂ. ഒരെണ്ണം π/6 കിട്ടിയില്ലേ. ഇനി sin 3xൻ്റെത് നോക്കി നോക്കണം. എന്തായി π/6 ഉണ്ടാവുന്നത്? ഈ വാല്യൂ മുതൽ π/6 എന്ന
അതെ ഇവിടെ ഈ ലെവൽ നോക്കിയാൽ മതി, ഈ ലെവൽ വരെ ഇൻക്രീസിങ് ആണ്. ഓക്കെ, ആക്ച്വലി -5/6 ആണത്. നിങ്ങൾ ഞാനത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ലെങ്തി ആയി പോകും. ഇൻ്റർസെക്റ്റ് ടൂൾ എടുക്കുക, ജസ്റ്റ് ഈ പോയിൻ്റ് കൂടെ ഞാൻ മാർക്ക് ചെയ്യാം. ഈൻ്റെ കോർഡിനേറ്റ്സ് നിങ്ങൾ നോക്കി നോക്കുക. ഈൻ്റെ കോർഡിനേറ്റ്സ് എന്താ -0.52 ആണ്. ഡീൻ്റെ കോർഡിനേറ്റ് 0.52 അല്ലേ, അത് π/6 ആണെങ്കിൽ -0.52 പറഞ്ഞു കഴിഞ്ഞാൽ -5/6 ആണ്. അതായത് -π/6 മുതൽ π/6 വരെ ഇൻക്രീസിങ് ആണ്. ഇനി അടുത്ത് π/6 മുതൽ ഈ പോയിൻ്റ് ഏതാ, ഇതാണ് അടുത്ത 0 ആവുന്നത് കേട്ടോ. അത് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. ഇതിൽ π/2 കാണുന്നത്, π/2 വരെ എന്താണ്, ഡിക്രീസിങ് ആണ് അല്ലേ. കണ്ടാൽ മനസ്സിലാവും. ഇത് ഈ നീല ഈ കഷ്ണം രണ്ട് ഗ്രാഫും കൂടെ മിക്സ് ആയി പോകണ്ട. π/2 ആണ് അടുത്തത്. ഇനി അടുത്തത് π/2 + π/6 ആണ്, അതായത് ഈ ഒരു പോർഷൻ. ഓക്കെ, അല്ല സോറി, π/2 + π/6 അല്ല. ഇതിവിടെയൊക്കെ നിങ്ങൾ കൺഫ്യൂസ് ആയി പോകും. 1-2 ഇൻ്റർവൽസ് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ കാണാൻ. ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അത് വെച്ചിട്ട് ഇൻ്റർവൽസ് ബ്രേക്ക് ചെയ്യുക. ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്സ് നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ π/6, -π/6, π-π/6, π/2 ഇതൊക്കെ വരും. അപ്പോൾ അവിടെയൊക്കെ ഇൻ്റർവൽസ് ബ്രേക്ക് ചെയ്ത് എഴുതി കൊടുക്കാം. -π/6 മുതൽ π/6 വരെ ഇൻക്രീസിങ്, ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ അതുപോലെ മറ്റേ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കൂ. ഇത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് എളുപ്പമാണോടാ, സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അധികം ലെങ്തി അല്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. സ്ലോപ്പ് എന്താണ്, അല്ലെങ്കിൽ ടാൻജൻ്റെ സ്ലോപ്പും ഡെറിവേറ്റീവ് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഡെറിവേറ്റീവുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റിന് എന്താണ് പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വൈവയ്ക്കും കൂടെ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ.